ചങ്ങായിമാർ ഇന്ന് രാവിലെ തൊട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. മോഡലിംഗിന്റെ പേരും പറഞ്ഞ് പെൺകുട്ടികളെ വിദേശത്ത് കൊണ്ടുപോയിട്ട് സെക്സ് റാക്കറ്റ് നടന്ന കുറച്ച് വൃത്തികെട്ട സ്ത്രീകളുണ്ടല്ല, അവർ അറസ്റ്റിലായി എന്നുള്ള വാർത്ത. ആ വാർത്തയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ പിന്നിലുണ്ടല്ല ഈ സ്ത്രീകൾ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ വൻ മരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആ വാർത്തയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ആ വാർത്ത പറയുന്ന എല്ലാ ചാനലുകാർക്കും എല്ലാവർക്കും അറിയാം ആ വൻമരങ്ങൾ, ഈ കേസിന്റെ പിന്നിലുള്ള വൻമരങ്ങൾ ആരാണെന്ന് എല്ലാ ചാനലുകാർക്കും അറിയാം. പക്ഷെ ആരും ആ വൻമരങ്ങളുടെ പേരുണ്ടല്ല അത് പറയുന്നില്ല, അത് പറയാൻ ധൈര്യപ്പെടുന്നില്ല. പക്ഷെ ഞാനുണ്ടല്ല നിങ്ങൾക്ക് ആ വൻമരങ്ങൾ ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ വൻമരം ഉണ്ടല്ല എറണാകുളം ആലുവ കേന്ദ്രീകരിച്ച് സ്വയം പ്രഖ്യാപിത ഗുണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന ഔറംഗസീബ് എന്ന വേട്ടാവളിയാണ് ആ കേസിലെ ഒന്നാം പ്രതി. ഈ ഔറംഗസീബ് ഒന്നാം പ്രതി എങ്ങനെയാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പത്തെ ഈ പെണ്ണുപാണിപ്പ കേസിലെ രണ്ടാം പ്രതിയായ അലീനയുടെ ഭർത്താവാണ് ഈ ഔറംഗസീബ്. ഔറംഗസീബ് അലീനയുടെ എത്രാമത്തെ ഭർത്താവാണെന്നോ അലീന ഔറംഗസീബിന്റെ എത്രാമത്തെ ഭാര്യയാണെന്നോ ഇതുവരെ വ്യക്തമാകില്ല. അത് പിന്നെ വ്യക്തമാകുമെന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഔറംഗസീബിന്റെ കൃത്യമായ പരിപാടി ഇതുപോലുള്ള വൃത്തികെട്ട സ്ത്രീകളെ വെച്ചിട്ട് ഇതുപോലുള്ള ഇതിലും വൃത്തികെട്ട ജോലി ചെയ്യലാണ് ഈ ഔറംഗസീബിന്റെ പണി. ഔറംഗസീബ് ഒരു പണിയെടുക്കൂല, പക്ഷെ ഇതുപോലുള്ള സ്ത്രീകളെ വെച്ചിട്ട് കാശുണ്ടാക്കുക, അടിച്ചു പൊളിക്കുക, ഇതാണ് ഔറംഗസീബ് ഇതുവരെ ചെയ്തു വരുന്നത്. ഇനി ഈ കേസിലെ രണ്ടാമത്തെ വൻമരമാകാനുള്ള സാധ്യതയുള്ള ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് ആരുമല്ല, ആ പേര് കേട്ട ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. ന്യൂസ് 8ലെ ടോം കുര്യാക്കോസ് ആണ് അതിലെ രണ്ടാമത്തെ വൻമരം. ഈ ടോം കുര്യാക്കോസ് ഉണ്ടല്ല ഈ കേസിൽ രണ്ടാമത്തെ വൻമരം എങ്ങനെയാകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ അലീനയും ഔറംഗസീബുള്ള കുറച്ചു കാലം മുന്നേ എറണാകുളത്ത് ഒരു ബാറിൽ വെച്ച് ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ആ കേസിലെ പ്രതികളായ ഇവർ രണ്ടാളിയുണ്ടല്ല നമ്മുടെ ടോം കുര്യാക്കോസ് ഉണ്ടല്ല ന്യൂസ് 8ൽ ഒരു ഇന്റർവ്യൂ നടത്തിട്ട് വെളുപ്പിക്കാൻ നോക്കി. അതായത് ഇവര് പ്രതികളല്ല, ഇവർ രണ്ടാളും, അതായത് ഔറംഗസീബും അലീനയും വളരെ നല്ലവരാണ്, കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലവരാണെന്ന രീതിയിൽ നമ്മൾ ഈ ടോം കുര്യാക്കോസ് ഉണ്ടല്ല ഒരു ഇന്റർവ്യൂ നടത്തി. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, എറണാകുളത്തുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഈ ഔറംഗസീബും ഈ അലീനയുമില്ലേ, ഇവർ രണ്ടാളും പോലത്തെ വൃത്തികെട്ടവര് എറണാകുളത്തില്ലാന്ന് എറണാകുളത്തുള്ള എല്ലാവർക്കും അറിയാം. അത് കൃത്യമായിട്ട് നമ്മൾ ഈ ടോം കുര്യാക്കോസിനും അറിയാം. വേറൊരു കാര്യമുണ്ട്, നമ്മളെ കേരളത്തിൽ ജയിലുണ്ടല്ല എത്ര ആൾക്കാർ ഒരു തെറ്റും ചെയ്യാതെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവരെയൊന്ന് പുറത്തെത്തിക്കാൻ വേണ്ടി നമ്മുടെ ടോം കുര്യാക്കോസോ ന്യൂസ് 8നോ ഇതുവരെ ഒരു പരിപാടി നടത്തില്ല. പക്ഷെ ഇതുപോലുള്ള കൊടും ക്രിമിനൽസ് ആയ നമ്മൾ ഔറംഗസീബിനെയും അലീനെയും വെളുപ്പിക്കാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ടോം കുര്യാക്കോസ് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അതുമായി ബന്ധപ്പെട്ട് നടന്ന ആ ഇന്റർവ്യൂ ഉണ്ടല്ല നമ്മളെ ടോം കുര്യാക്കോസ് അലീനയോട് സംസാരിക്കുന്ന രീതി കേൾക്കണം. മോനെ ആ സംസാരിക്കുമ്പോൾ ടോം കുര്യാക്കോസിന്റെ മുഖത്ത് വരുന്ന വിരിഞ്ഞു വീഴുന്ന ഭാവങ്ങളില്ലേ, ആ ഭാവങ്ങൾ കാണുമ്പോഴല്ല ടോം കുര്യാക്കോസും അലീനും തമ്മിൽ എന്താണ് ബന്ധം, അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢതയുണ്ടല്ല, ആ ദൃഢത എത്രയാണെന്ന് ആ ഇന്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആ ഇന്റർവ്യൂ എന്താ ഞാൻ നിങ്ങൾ കണ്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. അതിനു മുന്നേ നമ്മൾ ഈ അലീന ഉണ്ടല്ല, ഈ അലീന ഈ പെൺകുട്ടികളെ കുടുക്കാൻ വേണ്ടി നടത്തിയ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ, ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ് ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. പോപ്പുലർ ഫാഷൻ ഡയറക്ടർ കൊറിയോഗ്രാഫർ ഗ്രൂമറായ ഡാൽ കൃഷ്ണദാസാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പറഞ്ഞൊരു താല്പര്യം ഉണ്ടാവില്ലേ? എന്നാൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തോളൂ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ റാവാക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. സോ ഡോണ്ട് മിസ് ഇറ്റ്, ഹറി അപ്പ്, സ്റ്റേ ട്യൂൺ, ബൈ. ഈ വൃത്തികെട്ടവൾ ഈ വീഡിയോ പറഞ്ഞില്ലേ കുറച്ച് പെൺകുട്ടികൾ ഭാഗ്യമുണ്ടാവുമെന്ന്, ആ ഭാഗ്യമുണ്ടായ പെൺകുട്ടികളാണ് പീഡനത്തിന് ഇരയായിട്ട് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആ പെട്ടുപോയ പെൺകുട്ടികളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഈ ഫ്രോഡിന്റെ ഈ വൃത്തികെട്ട സ്ത്രീയുടെ മുഖം കണ്ടാൽ അറിയില്ലേ, ഇവളെപ്പോലത്തെ ഒരു വൃത്തികെട്ട ഫ്രോഡ് ലോകത്ത് വേറെ ആരുമില്ലാന്ന്. എന്നിട്ടും ഇവളൊക്കെ പറയുന്ന ഇവളൊക്കെ ഉണ്ടാക്കുന്ന കുഴിയിൽ വീണു പോകുന്ന പെൺകുട്ടികളുണ്ടല്ല, അവരെ ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു, സഹതാപം. പിന്നെ വേറൊരു കാര്യം, ഈ വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ല ഈ വീഡിയോയിൽ ഒരാളുടെ പേര് വന്നിട്ടുണ്ട്, ഡാലു കൃഷ്ണദാസ്. ആരാണ് നിങ്ങൾക്ക് അറിയാമോ? ലെവനാണ് ഡാലു കൃഷ്ണദാസ്. ഇവനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ 9, 9, 18, 18, 9, 27 അതിനെക്കാട്ടും കഷ്ടമാണ് ഇവന്റെ അവസ്ഥ. ഇവനെയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ നമ്മളെ കേരള പോലീസ് 4 കൊടയിൽ കൊടഞ്ഞാലുണ്ടല്ലോ മൊത്തം കേസ് ഇതുവരെ ഉണ്ടായ എല്ലാ പീഡന കേസുള്ള കൃത്യമായിട്ട് പുറത്തു വരും. ഇവനൊക്കെ കുറെ കാലം വേണ്ടിണ്ടല്ലോ ഫാഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്നതാണ്. നമുക്കെന്തായാലും ഡാലു കൃഷ്ണദാസിനെ തൽക്കാലം അവിടെ മാറ്റി വെക്കാം. അതിനു മുന്നേ ഇവളും നമ്മൾ ഔറംഗസീബല്ലേ ഒരു പണിയും ചെയ്ത് ഇതുപോലെ വൃത്തികേട് മാത്രം ചെയ്യുന്ന ഔറംഗസീബും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാക്കുന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ വെക്കാം. ഇതാ കണ്ടു നോക്ക്. ഈ വൃത്തികെട്ട ഈ കാണുന്ന ഔറംഗസീബിനുണ്ടല്ലോ എറണാകുളത്ത് ഒരുപാട് കേസ്. ഞാൻ പറഞ്ഞ പോലെ ഒരൊറ്റ നല്ല കേസില്ല, വൃത്തികെട്ട കേസ് മാത്രമേ ഉള്ളൂ. ഗുണ്ടകൾ എന്ന് പറഞ്ഞാണല്ലോ ഒരു ക്വാളിറ്റി ഗുണ്ടി ഉണ്ടാവില്ലേ, അതൊന്നല്ല, ഏറ്റവും വൃത്തികെട്ട ഗുണ്ട, നാണം കെട്ട ഗുണ്ടിയാണ് ഈ ഔറംഗസീബ്. ഈ സ്വയം പ്രഖ്യാപിത ഗുണ്ടയാ ഈ വട്ടവളിന് ഔറംഗസീബിന്റെ ഒരു
ഒരു കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കല്യാണത്തിന് മുന്നേ കുട്ടിയായ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് ആ കുട്ടിയെ കൊണ്ട് കളയാൻ വേണ്ടി ഔറംഗസീബ് ഉണ്ടല്ല, ഈ ഔറംഗസീബ് പണം വാങ്ങിയിട്ട് ഔറംഗസീബ് എന്താ ചെയ്യുന്നറിയാം, ആ കുട്ടി ഉണ്ടല്ല ഒരു റോഡ് കൊണ്ടുപോയി കളഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ വൃത്തികെട്ടവന്റെ ഈ ഔറംഗസീബിന്റെ ക്വാളിറ്റി എന്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ കേസിലുണ്ടല്ല ഈ വേട്ടവളയം പിടിക്കപ്പെട്ട് ആ കേസ് ഇപ്പോഴും ഉണ്ടല്ലോ എറണാകുളത്ത് നടക്കുന്നുണ്ട്. ഇപ്പോഴും ആ കേസ് നടക്കുന്നുണ്ട്. ഇതുപോലെ എന്ത് വൃത്തികേടും കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും ചെയ്യാൻ നാണോ മാനോ ഉളുപ്പില്ലാത്തവരാണ് ഈ ഔറംഗസേബ് എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ. ഇനി ഞാനുണ്ടല്ല ഈ ഔറംഗസേബിനെയും നമ്മൾ ഈ അലീനയും വെളുപ്പിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വനമരമില്ലേ നമ്മുടെ ടോം കുര്യാക്കോസ് ന്യൂസ് 8 നടത്തിയ അതിമനോഹരമായ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. കേസിലെ രണ്ടാം പ്രതിയാണ്. കേസിലെ ഒന്നാം പ്രതി ഗുണ്ടാ നേതാവ് ഔറംഗസേബാണ്. ഔറംഗസേബ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ജനുവലി പറഞ്ഞാൽ ഈ പുള്ളിയും ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല. പുള്ളി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഔറംഗസീബ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്കാവട്ടെ എന്റെ ഫാമിലിക്കാവട്ടെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. ബന്ധം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ കാര്യങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. എനിക്കാവട്ടെ എന്റെ ഫാമിലിക്കാവട്ടെ നല്ല വൃത്തിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് പുള്ളിയുടെ ഫാമിലിയുടെ കൂടെയാണ്. ഞാൻ നിൽക്കുന്നത് ഈ 3.5 വർഷം ഞാൻ എറണാകുളത്ത് വന്നിട്ട്. അപ്പൊ എന്റെ ഈ ഷൂട്ടിന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് നിൽക്കുന്ന എറണാകുളത്ത് തന്നെയാണ് സെറ്റിൽഡ്. അപ്പൊ പുള്ളിയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പോ എന്താ പറയാ ഒരു സുഹൃത്തെന്ന് പറയും, സുഹൃത്തിന് പല അർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളാവട്ടെ പുള്ളിക്ക് എത്ര നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എന്റെ ഫാമിലിയിൽ ഒരു ആളായിട്ട് നിൽക്കുന്നതിന് ഈ വളരെയധികം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അലീനയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് കേട്ടപ്പോഴാണ് ആ സമയത്ത് പുള്ളി ഇല്ല, പുള്ളി അറിയുന്നില്ല. പുള്ളി വരുന്നത് ഈ സംഭവമൊക്കെ കഴിഞ്ഞ ഏറ്റവും അത് എന്റെ പോർഷനിലാണ്. എന്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് ഇപ്പൊ അലീനയുടെ കൈയും പൊട്ടിയിട്ടുണ്ട്, നമുക്ക് എന്താ ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകുന്ന എടുത്ത് പറയുന്നു. ചില ഘട്ടങ്ങളിൽ വന്നായിരുന്നു ഒരു ഗുണ്ടാ കുടിപ്പകയാണെന്നൊരു സംശയം പോലീസും കരുതുന്നുണ്ട്. അതായത് ഈ മരട് അനീഷിന് ഔറംഗസീബിനോട് വിരോധമുണ്ടോ? ഒരു ലോക ഫ്രോഡായി ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ടോം കുര്യാക്കോസിന്റെ വായിന്ന് ചോദ്യമല്ല വരുന്നത്, ഉമിനീരുണ്ടല്ല ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് ഉമിനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്റർവ്യൂ കാണുമ്പോൾ അലീനയോട് നമ്മൾ ടോം കുര്യാക്കോസ് സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമാകുന്നില്ല ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അതായത് ഔറംഗസീബിനെയും അലീനയും കാട്ടി വൃത്തികെട്ടവനാണ് ഈ കുര്യാക്കോസ് എന്ന് ഈ വീഡിയോ കണ്ടാൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ നിങ്ങണ്ടല്ല ഈ ഔറംഗസീബ് നമ്മൾ ടോം കുര്യാക്കോസ് നമ്മളെ ബന്ധം വ്യക്തമാക്കുന്ന വേറൊരു ഇന്റർവ്യൂ കാണിച്ചില്ല. നമ്മൾ ഔറംഗസീബിനെ വെളുപ്പിക്കാൻ വേണ്ടി കുറച്ചു കാലം മുന്നേ നമ്മൾ ടോം കുര്യാക്കോസ് നടത്തിയ വേറൊരു മനോഹരമായ വെളുപ്പിക്കൽ ഇന്റർവ്യൂ. നമ്മുടെ ടോം കുര്യാക്കോസ് ഉണ്ടല്ല ഇന്റർവ്യൂ ചെയ്യുന്നത് പ്രധാനമന്ത്രിനെയോ മുഖ്യമന്ത്രിനെയോ മന്ത്രിമാരെയോ ഒന്നും അല്ലട്ട, ഒരു ഗുണ്ടന, ഒരു പക്ക കൂതറ ഗുണ്ടനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പെൺവാണിഭവും ബലാത്സംഗവും പോലുള്ള വൃത്തികെട്ട ജോലി ചെയ്യുന്ന ഒരു വേട്ടാവളേന. എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. ഈ വിവിധ ഗുണ്ടാ സംഘങ്ങളൊപ്പം പ്രവർത്തിച്ചിരുന്ന ഔറംഗസേബ് എന്ന ഒരു ഗുണ്ടാ നേതാവാണ് ഇപ്പോൾ ന്യൂസ് 8 ചേരുന്നത്. അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, തുറന്നു പറയാനുണ്ട്. എങ്ങനെയാണ് ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം, ഈ മാഫിയകളുടെ എങ്ങനെയാണ് ഈ നഗരത്തെ അടക്കം നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. സ്വാഗതം. ഔറംഗസേബ് പേര്, ചെല്ലപ്പേര്, വട്ടപ്പേര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഔറംഗസേബ് തന്നെയാണ് ഫുൾ നെയിം. ഔറംഗസേബ് വട്ടപ്പേരൊന്നുമില്ല. എത്ര കേസുകളിൽ പ്രതിയാണ് ഔറംഗസേബ്? പിന്നെ അവന്റെ വട്ടപ്പേരും ചെല്ലപ്പേരെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ല, അവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ കിടന്നവനല്ലേ. എന്റെ ടോം കുര്യാക്കോസെ, കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പുണ്ട് നിനക്ക്. നിന്നെക്കാളും നാണവും മാനവും ഉളുപ്പില്ലാത്ത ആ വേട്ടാവളിന ഇങ്ങനെ നിന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് നിന്റെ ഇവനുമായുള്ള ഇന്റർവ്യൂവും ഇവന്റെ ഭാര്യയായ അലീനയുമായൊക്കെ നടത്തിയ ഇന്റർവ്യൂ കാണുമ്പോൾ നിന്റെ മുഖത്തുനിന്ന് വരുന്ന ആ ഭാവങ്ങൾ കണ്ടാലല്ല ഇവരുമായി നിനക്ക് എന്താണ് ബന്ധമെന്ന് മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ വാർത്തയുണ്ടല്ലോ, ഈ പെൺവാണിഭത്തിന്റെ വാർത്ത വന്നിട്ട് നമ്മളെ ന്യൂസ് 8 കാണിച്ചിട്ടില്ല. ഒരു വാർത്ത മാത്രം, ഒരു വീഡിയോ മാത്രമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ന്യൂസ് 8 കാണിച്ചിട്ടുള്ളത്. അതായത് മറ്റുള്ള ചാനലുകളാണ് ഇന്ന് ഫുള്ളായിട്ട് ഏകദേശം ഫുള്ളായിട്ട് ഈ വാർത്ത തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ന്യൂസ് 8 കാണിച്ചൊരു വാർത്തന്റെ പ്രത്യേകത ഉണ്ടല്ല, ഈ അലീനയുണ്ടല്ല രണ്ടാം പ്രതി അലീനയുടെ പേരുണ്ടല്ല, പേര് എവിടെയും പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ല ഈ കേസിന്റെ ഒക്കെ പിന്നിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അതായത് ഇത്തരം പെൺവാണിഭ കേസിന്റെ പിന്നിലുണ്ടല്ല ഗുണ്ടകൾ മാത്രമല്ല കുറെ ചാനൽ മുതലാളിമാരും ചാനൽ ചീഫുമാരും എഡിറ്റർമാരൊക്കെ ഉണ്ടല്ല ഇതുപോലുള്ള കേസിന്റെ മേലിൽ കൃത്യമായിട്ടുണ്ട്. അതായത് ഈ കേസ് നേരാവണ്ണം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പല കുര്യാക്കോസുമാരും കൃത്യമായിട്ട് പെടും. ഔറംഗസീബുമാരും പെടും, കുര്യാക്കോസുമാരും പെടും. എന്തായാലും ഉണ്ടല്ലോ എറണാകുളം കേന്ദ്രീകരിച്ച് ഈ ഔറംഗസേബ് എന്ന പേരുള്ള ഈ വേട്ടാവളയല്ലേ ഇവ നടന്ന ഒരുപാട് വൃത്തികെട്ട കഥകളുണ്ട്, വൃത്തികെട്ട കാര്യങ്ങൾ. അതൊക്കെ പുറത്തു വരുന്നത് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും നമ്മളെ കേരള പോലീസ് ഉണ്ടല്ല ഈ പെൺവാണിഭ കേസ് കൃത്യമായി അന്വേഷിച്ച് ഇതിന്റെ പിന്നിൽ ആ സ്ത്രീകളുടെ പിന്നിലുള്ള അലീനയെ പോലുള്ള സ്ത്രീകളുടെ പിന്നിലുള്ള വൃത്തികെട്ട വൻമരങ്ങളുണ്ടല്ല ആ വൻമരങ്ങളെ കൃത്യമായി പിടിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.